താരസംഘടനയായ അമ്മയ്ക്ക് GSTയുടെ നോട്ടീസ് 2014 മുതൽ GST കുടിശ്ശിക അടയ്ക്കാത്ത സാഹചര്യത്തിലാണ് നോട്ടീസ്. ഇടവേള ബാബു ഭരണത്തിലിരുന്ന സമയത്താണ് നികുതി കുടിശ്ശിക വന്നത്. ഹിയറിംഗിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. GSTയും ആദായ നികുതിയും ഉൾപ്പെടെ അമ്മ അടയ്ക്കാനുള്ളത് 8 കോടി രൂപ എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽനാഥ്, ഈ ഇടവേള ബാബു അതിൻ്റെ ഭാരവാഹിയായിരുന്ന സമയത്ത് നിരവധി സ്റ്റേജ് ഷോകളടക്കം അമ്മ വിവിധ ചാനലുകളുമായി ചേർന്നും സംഘടനകളുമായി ചേർന്നും നടത്തിയിട്ടുണ്ട്. 8 കോടി നികുതി കുടിശ്ശിക എന്ന് പറയുമ്പോൾ വലിയ തരത്തിലുള്ള വരുമാനം അമ്മയ്ക്ക് പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ 2014 മുതൽ നികുതി കുടിശ്ശിക അടച്ചില്ല എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഒരു കുറ്റം. എന്താണ് ഇത് സംബന്ധിച്ച നോട്ടീസിനെ സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ? സിജോ, തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ്. 2014 മുതലുള്ള GST കുടിശ്ശികയാണ് നിലവിൽ അമ്മ അടയ്ക്കാൻ ബാക്കിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗിന് ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ അമ്മയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടവേള ബാബു ഭരണത്തിലിരുന്ന സാഹചര്യത്തിലാണ് ഇത്രയും വലിയ ഒരു തുക കുടിശ്ശികയായി വരുന്നത്. ഈ അംഗത്വ വിതരണം, ഒപ്പം തന്നെ നിരവധി സ്റ്റേജ് ഷോകൾ, ഇതിൻ്റെയൊക്കെ കുടിശ്ശികയാണ് അടക്കാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ GST ഒപ്പം തന്നെ ആദായ നികുതിയൊക്കെ ഏകദേശം 8 കോടി രൂപയുടെ കുടിശ്ശികയാണ് നിലവിൽ ഉള്ളത്. വലിയ ഒരു തുക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം നമ്മളിപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒക്കെ കണ്ടിട്ടുള്ളത് ഈ പഴയ ചലച്ചിത്ര താരങ്ങളൊക്കെ തന്നെ, അതായത് മുതിർന്ന ചലച്ചിത്ര താരങ്ങളൊക്കെ തന്നെയും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇനി പുതിയൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പുതിയ ഭാരവാഹികൾ വരുമ്പോൾ അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കുടിശ്ശിക തന്നെയാകും. 8 കോടി രൂപ അടച്ചു തീർക്കുക എന്നത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാകും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ ഒരു ഉത്തരവാദിത്തമായി ഈ ഒരു തുക അടച്ചു തീർക്കുക എന്നുള്ളതാണ്. നിലവിൽ അഡ്ഹോക് കമ്മിറ്റി ആയതിനാൽ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുമാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 15-ാം തീയതിയോടുകൂടി തിരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷമുള്ള പുതിയ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഈ GST കുടിശ്ശിക അത് പൂർണ്ണമായും അടച്ചു തീർക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അമ്മ എന്ന ഈ ഒരു സംഘടന നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ഈ കുടിശ്ശികയിൽ ഇളവുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തുതന്നെയായാലും ഇത്തരത്തിൽ ഈ സമയ പരിധിയിൽ ഒരു സാവകാശം വേണം. ശരി, അമൽനാഥാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അമ്മ സംഘടന 8 കോടി രൂപ GSTയും അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിനും അടയ്ക്കാനുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അമ്മ സംഘടനയ്ക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 2014 മുതലുള്ള കുടിശ്ശികയാണ് 8 കോടി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്.